വെൽക്കം ടു വെസ്റ്റീജ് ലൈഫ് കോച്ച്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ രജിസ്റ്റർ ചെയ്ത ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറിനും ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ഈ വീഡിയോ. ആദ്യമായിട്ട് വെസ്റ്റീജിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ ആദ്യം കാണാം. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു SMS വെസ്റ്റീജിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ആ SMS കൊടുത്ത ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് സ്ക്രീൻ വരും. അതിൽ നിങ്ങളോട് ചോദിക്കുന്നത് ടച്ച് ഐഡി യൂസ് ചെയ്യണോ വേണ്ടോ എന്നാണ്. യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഡാഷ്ബോർഡ് സ്ക്രീനാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്: ഡാഷ്ബോർഡ്, ഷോപ്പിംഗ്, സെർച്ച്, സ്കീംസ്, മൈക്കാർട്ട്. അതിൽ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയും പേരും അതേപോലെ തന്നെ അഡ്രസ്സും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഡാഷ്ബോർഡിന്റെ തൊട്ട് വലതുവശത്തുള്ള ഷോപ്പിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആ ഷോപ്പിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ സാധനങ്ങൾ കാണാൻ പറ്റും. അവിടെ വ്യൂ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ വ്യൂ മോർ ക്ലിക്ക് ചെയ്യാം. ആ വ്യൂ മോർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്താക്കുക സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറെ പ്രോഡക്ട്സുകൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഈ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്ട്സിന്റെ MRP യും DP എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്, നമ്മൾക്ക് ലഭിക്കുന്ന റേറ്റ് അതാണ്, അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സോപ്പ് വേണമെങ്കിൽ സോപ്പ് നിങ്ങൾക്ക് ഇവിടെ 1 കാണിക്കുന്നത്. 2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് അമർത്തി 2 3 എന്താണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി 1 വേണമെങ്കിൽ ഇവിടെ മൈനസ് അമർത്തിയിട്ട് അത് 1ലേക്ക് തന്നെ ആക്കാം. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഒരു ബ്ലൂ കളറിൽ, അത് ഷോപ്പിംഗ് കാർട്ടിന്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള മൈ കാർട്ട്, റൈറ്റ് സൈഡിലുള്ള മൈ കാർട്ട് താഴെയുള്ള അതിൽ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. സോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഷാമ്പു വേണം, ഷാമ്പു ക്ലിക്ക് ചെയ്യുക. അൾട്രാ ഡിഷ് വാഷിംഗ് ലിക്വിഡ് വേണോ അത് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫ്ലോർ ക്ലീനർ വേണോ അത് സെലക്ട് ചെയ്യാം. ഇനി അഥവാ നോക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ ഷോപ്പിങ്ങിന്റെ റൈറ്റ് സൈഡിൽ ഒരു സെർച്ച് ഉണ്ടാകും. ആ സെർച്ച് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ഏതാ സാധനം സെർച്ച് ചെയ്യുന്നത് അത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വന്ന് അതിൽ നിങ്ങൾക്ക് ദന്തശു ടൂത്ത് പേസ്റ്റ് രണ്ടാമത്തെ 67 വേണമെങ്കിൽ അത് നിങ്ങൾക്ക് 2 വേണമെങ്കിൽ പ്ലസ് അടിക്കുക. എന്നിട്ട് ഷോപ്പിംഗ് കാർട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ടോയ്ലറ്റ് ക്ലീനർ നോക്കണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് എന്ന് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ടോയ്ലറ്റ് ക്ലീനർ അവിടെ വന്ന് അത് ഇതാക്കാം. ഇനി നിങ്ങൾക്കൊരു ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫേസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഇവിടെ കാണിക്കുക. അപ്പോൾ ഫേസ് വാഷ് ആണ്, അതും ഇതേപോലെ തന്നെ കാർട്ടിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ മൈ കാർട്ട് ക്ലിക്ക് ചെയ്യാം. സോ മൈ കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സും അതേപോലെ നിങ്ങൾ ID നമ്പറും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ എത്രയാണ് ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, 10 ഐറ്റംസ് ഉണ്ട്, ഇത്രയാണ് PV, അതിന് ഏകദേശം 1405 രൂപയാണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും സെലക്ട് ചെയ്ത സാധനം ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് ക്ലീനർ 2 വേണമെന്നെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ അടിക്കാം. അതേപോലെ തന്നെ പേസ്റ്റ് നിങ്ങൾക്ക് 1 വേണമെങ്കിൽ ഇവിടെ മൈനസ് ഇതാക്കാം. ഇനി ഏതെങ്കിലും സാധനം റിമൂവ് ചെയ്യുന്നത്, അതായത് ഫേസ് വാഷ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഇത് കണ്ട ചിഹ്നം അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡു യു റിയലി വാണ്ട് ടു റിമൂവ് ഇട്ട് എടുക്കുമ്പോൾ ഓക്കെ കൊടുക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോയ്ലറ്റ് ക്ലീനർ വേണമെങ്കിൽ 1 ആക്കണമെങ്കിൽ അത് മൈനസ് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഒരു നമ്മൾ 31.83 PV 1192 രൂപയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി നമുക്ക് സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കൗട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുന്നു ആർ യു ഷുവർ യു വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ബിലോ അഡ്രസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഡെലിവറി അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഹൗസ് നെയിം, അഡ്രസ്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം അത് കൊറിയറുകാർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് സാധനം എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒരു ഡെമോ പർപ്പസ് ആയതുകൊണ്ടാണ് അവിടെ നെയിം, മൊബൈൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്തത്. ഇനി കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ അഡ്രസ്സ്, ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ID യും നിങ്ങളുടെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും.
ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ആണല്ലോ. എൻ്റെ മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് വൗച്ചേഴ്സ് ഓർ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും റീപർച്ചേസ് ചെയ്യുന്നത്, അതായത് ആദ്യത്തെ പർച്ചേസ് ചെയ്യേണ്ട വീണ്ടും സാധനങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിക്കോട്ടെ, ആരാണെങ്കിലും ഈ ആഡ് വൗച്ചേഴ്സ് ഓർ പ്രൊമോഷൻസ് എപ്പോഴും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓഫേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഓഫേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ഓരോ മാസവും എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു വെസ്റ്റീജിലേക്ക് ക്ഷണിച്ചത് അവരായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ആ ഓഫേഴ്സ് എന്താണ് മനസ്സിലാക്കിയിട്ട് ആ ഓഫേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് പർച്ചേസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ആക്ച്വലി ഫസ്റ്റ് പർച്ചേസിൻ്റെ ഒരു ഐഡിയ ആണ്. ഇവിടെ 1100 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഓഫേഴ്സ് ഇവിടെ കാണിക്കാത്തത്. നേരെ മറിച്ച് 2000-ന് മേലെ 2950 രൂപയുടെ മുകളിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ഓരോ മാസം ഡിപ്പെൻസ് ആണ്. ചില മാസം 2150 ആയിരിക്കും, ചില മാസം 2000 ആയിരിക്കും. അങ്ങനെ ഓരോ മാസത്തെ ഓഫറാണ്. പിന്നെ അതേപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ കോഡ്, ബോണസ് വൗച്ചർ കോഡ് ഇവിടെ കൊടുത്താൽ അത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സാധനങ്ങൾ ഇതിൻ്റെ ടോട്ടൽ റേറ്റും PV ഒക്കെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീ ഐറ്റംസ് വേണം, ഇതൊരു ഫസ്റ്റ് പർച്ചേസ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ഐറ്റംസ് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 2950 രൂപയ്ക്ക് ഫ്രീ പ്രോഡക്ട്സ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, എഡിറ്റ് കാർഡ് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പോകും. ഇപ്പം ഞാൻ എന്തായാലും എങ്ങനെയാണ് അത് കിട്ടുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എഡിറ്റ് കാർഡ് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സ് ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഇനിയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം സെലക്ട് ചെയ്യുന്ന, വേറെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഞാൻ ഇനി ബ്രാൻഡ് ഓയിൽ വേണമെങ്കിൽ സെർച്ച് ബട്ടണിൽ പോവാം, സെർച്ച് പോയിട്ട് ബ്രാൻഡ് ഇതാക്കാം. അപ്പോൾ അവിടെ ബ്രാൻഡ് ഓയിൽ കാണിക്കും. അത് ഇതേപോലെ തന്നെ ആഡ് ടു കാർട്ടാക്കാം. എന്നിട്ട് മൈ കാർട്ടിലേക്ക് പോവാം. മൈ കാർട്ടിലേക്ക് പോയതിന് ശേഷം ഈ താഴെ 2198 ആയിട്ടുണ്ട്, ഏകദേശം ഇത്ര PV വരുന്നുണ്ട്. നമുക്ക് ആ ഫ്രീ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെമോ കാണിക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇനി ഒന്നും കൂടി ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അവർ കൺഫർമേഷൻ ചോദിക്കും, കൺഫേം കൊടുക്കുക. അങ്ങനെ പ്രോഡക്ട്സ് കാണിക്കുന്നിടത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് വൗച്ചേഴ്സ് പ്രൊമോഷൻസ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് പർച്ചേസിൽ 1100 രൂപേൻ്റെ ഇതായതുകൊണ്ടാണ് അവിടെ ഒന്നും കാണിക്കാണ്ടിരുന്നത്. ഇപ്പോൾ 2150 കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കാം. ഇവിടെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ കാണിക്കുന്നതിൽ പ്രൊമോഷണൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഡിഷ് വാഷ്, അവിടെ ഡിഷ് വാഷിൻ്റെ അവിടെ DP എന്ന് കൊടുത്തത് 1 രൂപ, അതായത് ഏകദേശം 190 രൂപ DP വരുന്ന ഡിഷ് വാഷ് നിങ്ങൾക്ക് 1 രൂപക്കാണ് ഇവിടെ ലഭിക്കുന്നത്. സോ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ മെസ്സേജ് വരുമ്പോൾ ഇവിടെ ഡു നോട്ട് ഷെയർ OTP എന്നൊക്കെ പറയുന്നത് ഓക്കെ അങ്ങ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട് 2199. ഷിപ്പിംഗ് എമൗണ്ട് 0 എന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് ഫസ്റ്റ് പർച്ചേസ് 30 PV അതിൻ്റെ കൂടുതലാണെങ്കിൽ ഷിപ്പിംഗ് എമൗണ്ട് എപ്പോഴും 0 തന്നെയാണ് കാണിക്കാം. ഇനി റീപർച്ചേസ് ആണെങ്കിൽ 2500 രൂപ അതിൽ കൂടുതലായാലേ ഷിപ്പിംഗ് ചാർജസ് 0 കാണിക്കും, അല്ലെങ്കിൽ ഒരു 66 രൂപയോ അങ്ങനെ മറ്റേ ചാർജസ് ഉണ്ടാവും. അത് ഓരോന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഫസ്റ്റ് പർച്ചേസ് അതേപോലത്തെ 1100 രൂപ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1100 രൂപയുടെ പർച്ചേസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷിപ്പിംഗ് എമൗണ്ട് 0 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഡാഷ്ബോർഡ്, ആഡ് ടു ലോഗ്, കൺഫേം ആൻഡ് പേ. ഇവിടെ കൺഫേം ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. സോ കൺഫേം ആൻഡ് പേ കൊടുക്കുക. കൺഫേം ആൻഡ് പേ കൊടുക്കുമ്പോൾ അവർ വീണ്ടും ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പേ എന്ന് പറയുന്ന ബട്ടൺ അവിടെ കാണാം. അത് പേ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏകദേശം എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും ഈ രീതി എന്ന് പറയുന്നത്. അത് ഓരോ ആൾ ഓർഡർ ചെയ്യുന്ന സമയത്തായിരിക്കും, അത് ഡിപ്പെൻസ് ആണ്, ഏത് ദിവസം ഓർഡർ ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും കാണിക്കുന്നുണ്ടാകും. എന്നിട്ട് നിങ്ങൾ യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെൻറ്റിൽ ഒരു Paytm എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇത് Paytm എന്ന് പറയുന്നത് ആപ്പിൻ്റെ ഇതല്ല, അതൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ മാത്രമാണ്, ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ്. സോ ഈ Paytmൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്യാം. ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. അതായത് പ്രീപെയ്ഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കുറേ ബാങ്കിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ആ ഒരു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി എല്ലാ Paytm ഉള്ളവരാണെങ്കിൽ Paytm വാലറ്റ് മൊബൈൽ നമ്പർ മേടിച്ചിട്ട് പ്രൊസീഡ് സെക്യൂറിൽ അടിക്കാം. ഇനിയല്ല UPI വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ UPIൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആപ്പ് ഏതാണോ, നിങ്ങൾക്കിപ്പോൾ GP ആണെങ്കിൽ ഇവിടെ GP എന്ന് കാണിക്കും. എനിക്കിപ്പോൾ ആമസോൺ പേ ഉള്ളതുകൊണ്ട് ആമസോൺ പേ കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ആപ്പിലേക്ക് പോകും. എൻ്റെ ആപ്പിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതുവരെ നിങ്ങളൊന്ന് കാത്തിക്കണം.
ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പിൽ നിന്ന് നമ്മുടെ വെസ്റ്റീജ് ആപ്പിലേക്ക് വരും. അതുവരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കണം. ജസ്റ്റ് ഒരു 5 to 10 seconds നമുക്ക് കാത്തുക്കേണ്ട ആവശ്യം വരും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് അത് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓർഡർ പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് അവിടെ കാണിക്കും. ഇനി ഇത് യൂസിങ് UPI ആപ്പിന്റെ പകരം UPI ID ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. UPI ID അറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്യാം. ഇനി എല്ലാം മൊബൈൽ നമ്പർ ആണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഏതാണോ പേയ്മെന്റ് ആപ്പ് എന്ന് വെച്ചാൽ ആ പേയ്മെന്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് ആപ്പിൻ്റെ അകത്ത് വരും. അതായത് ചിലപ്പോൾ അപ്രൂവ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അവിടെ വരും. ആ അപ്രൂവ് പേയ്മെന്റ് തന്നെ അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ അവിടെ പേ എന്ന് പറയുന്ന ഓപ്ഷൻസ് അവിടെ കാണുന്നത്, ആ പേ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ പേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെസ്റ്റീജ് ആപ്പിൽ തന്നെ വരിക. അപ്പോൾ അവിടെ യുവർ ഓർഡർ ഈസ് കൺഫേം, താങ്ക്സ് ഫോർ ഷോപ്പിംഗ് എന്ന് കാണിക്കും. ഇതാണ് ഓർഡർ ചെയ്യേണ്ട ടോട്ടൽ പ്രോസസ്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണോ ഇതിലേക്ക് ക്ഷണിച്ച് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക. താങ്ക് യു. വിഷ് യു വെൽത്ത്.